ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെപ്പോഴും ഇയർലി സെയിൽസ് മന്ത്ലി സെയിൽസും ഒക്കെ നോക്കാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2024-25 വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സെയിലാണ്. സോ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 2024 ബെസ്റ്റ് സെല്ലിംഗ് വാഹനം പഞ്ചായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ അധികം വൈകാതെ അറിയും. ഇവിടെ ഇപ്പോൾ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് SUV ആയ സ്കോർപിയോ സീരീസിലുള്ള വണ്ടികളാണ്. സ്കോർപിയോ എന്നും ക്ലാസിക് രണ്ടിൻ്റെയും കമ്പൈൻഡ് സെയിൽസ് ആണ് മഹീന്ദ്ര എപ്പോഴും പറയാറുള്ളത്. അത് നിങ്ങൾക്ക് പറയാം. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ, അതായത് 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള സെയിലാണ് നമ്മൾ പറയുന്നത്. അതിൽ ടോട്ടൽ 1,64,842 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരുന്നത്. ഇവിടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 2024 വാഹനങ്ങളുടെ സെയിൽസ് കണക്കെടുക്കുകയാണെങ്കിൽ അതിൽ 10th പൊസിഷനിൽ നിന്നിരുന്ന വാഹനം നെക്സോൺ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നെക്സോൺ ഈ ഒരു ലിസ്റ്റിലില്ല. അതിന് പകരം സ്കോർപിയോ തന്നെയാണ് ഏറ്റവും താഴത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നെക്സോൺ ചിലപ്പോൾ മുകളിലുണ്ടാവുന്നത്. പക്ഷേ ഇല്ല, നെക്സോൺ നമ്മുടെ ഈ ലിസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യം. പിന്നെ സ്കോർപിയോയുടെ കേസ് നമുക്കൊക്കെ ഓൾറെഡി അറിയാം. കുറേ കാലമായിട്ട് നല്ല രീതിയിൽ തന്നെ സെയിൽസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊരു വാഹനമാണ്. മിക്ക മാസങ്ങളിലും 12,000 to 16,000 ഇടയിലൊക്കെ ഇതിന് ആവറേജ് സെയിൽസ് കിട്ടാറുണ്ട്. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇത്രയും വിലയുള്ളൊരു വാഹനത്തിന് ഈ സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കി ഡിസയർ ആണ്. കഴിഞ്ഞ 2024 ടോട്ടൽ സെയിൽസ് എടുക്കാനായിരുന്നെങ്കിൽ ആ സമയത്ത് ഈ ഒരു പൊസിഷനിൽ നിന്നിരുന്ന സ്കോർപിയോ സീരീസ് ആയിരുന്നു, സ്കോർപിയോ എന്നും ക്ലാസിക്. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഡിസയർ ആണ് വന്നിരിക്കുന്നത് ഫൈനാൻഷ്യൽ ഇയറിൽ. സോ 1,65,021 വാഹനങ്ങളുടെ സെയിലാണ് നമ്മുടെ ഡിസയറിന് വന്നിരിക്കുന്നത്. സ്കോർപിയോയും തമ്മിൽ വലിയ വ്യത്യാസം സെയിൽസിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ പറയാനില്ല. പിന്നെ ഡിസയർ ആണെങ്കിലും കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസ് ഒരുപാട് താഴാതെ അത്യാവശ്യം കോൺസ്റ്റൻ്റ് ആയിട്ട് പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. സെയിൽസ് സത്യം പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. നമ്മൾ കൂടും എന്ന് വിചാരിച്ചു, പക്ഷേ 12,000 to 14,000 റേഞ്ചിൽ തന്നെയാണ് മിക്ക മാസങ്ങളിലും ഇതിൻ്റെ സെയിൽ പോകാറുള്ളത്. ചില മാസങ്ങളിലൊരു പ്രത്യേക ഹൈക്ക് വന്ന് 16,000 ആ റേഞ്ച് വരെയൊക്കെ കയറാറുണ്ട്. പക്ഷേ ആ സമയത്ത് സ്വിഫ്റ്റിൻ്റെ സെയിൽ കുറയും. ഒന്നെങ്കിൽ സ്വിഫ്റ്റിൻ്റെ സെയിൽ കൂടി നിൽക്കും, അല്ലെങ്കിൽ ഡിസയറിൻ്റെ സെയിൽ കൂടി നിൽക്കും. ആ സമയത്ത് മറ്റേ വണ്ടിയുടെ കുറഞ്ഞു നിൽക്കും എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഇതിൻ്റെ ഒരു സെയിൽസിൻ്റെ ലിസ്റ്റ് പോകാറുള്ളത്. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ തന്നെയാണ്, ഫ്രോങ്സ് ആണ്. ഈ വണ്ടി വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് പറയേണ്ടി വരും. കാരണം പറഞ്ഞു വരുമ്പോൾ ഇതിന് വലിയൊരു R&D ഒന്നും വന്നിട്ടില്ല. എക്സ്റ്റീരിയർ ഡിസൈനാണ് മെയിനായിട്ട് അവരിതിൽ മാറ്റിയിരിക്കുന്നത്. അല്ലാതെ പുതിയൊരു ഫുൾ വണ്ടി ഡെവലപ്പ് ചെയ്യുന്ന കോസ്റ്റ് ഇല്ല. കാരണം ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ്ലി ബലേനോ ആണ്. പിന്നെ വണ്ടി തന്നെ മൊത്തത്തിൽ ബലേനോ ബേസ്ഡ് ആണ്. പക്ഷേ അവരത് ക്രോസ് ഓവർ ആക്കി ഇറക്കി എന്ന് മാത്രം. പക്ഷേ എന്നിട്ട് പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു പ്രോഗ്രസ് ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത്. മിക്ക മാസങ്ങളും 12,000 സെയിൽ എന്ന് പറയുന്നത് ബെയർ മിനിമം ആണ്, അത്രയും കിട്ടിയിരിക്കും. ഏറ്റവും മാക്സിമം ഈ വാഹനത്തിന് 18,000 19,000 ആ റേഞ്ച് വരെ സെയിൽ പോയിട്ടുണ്ട്. ഒരു മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ഈ വാഹനത്തിനാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം തന്നെയാണ് ഒരു മാസം ഉണ്ടായിരുന്നത്. ഏത് മാസമാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും കഴിഞ്ഞ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ 1,66,216 വാഹനങ്ങളുടെ സെയിലാണ് നമ്മുടെ ഫ്രോങ്സിന് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തതും ഇതിൻ്റെ സ്വന്തം സഹോദരൻ, ഓർ മേ ബി ഇതിൻ്റെ കുറച്ച് എന്താ പറയുന്നത് ട്രിം ഡൗൺ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബലേനോയുടെ കുറച്ചുകൊണ്ട് ബീഫ് ടപ്പ് ആയിട്ടുള്ള വേർഷനാണ് ഫ്രോങ്സ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിവേ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബലേനോ ആണ്. 1,67,161 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഒന്നും സെയിൽസിൻ്റെ കാര്യത്തിൽ കാണാനില്ല, ചെറിയ വ്യത്യാസം തന്നെ ഉള്ളൂ. പിന്നെ ബലേനോ ഓൾറെഡി കുറേ കാലമായിട്ട് നന്നായിട്ട് വിറ്റ് പോകുന്നൊരു വാഹനമായിരുന്നു. 2024 കണക്കിൽ ചില മാസങ്ങളിലൊക്കെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് വണ്ടിയും ആയിട്ടുണ്ട്. പക്ഷേ കോൺസിക്യൂട്ടീവായിട്ട് അങ്ങനെ ആയിട്ടില്ല. കൂടുതലും വാഗണാറും പഞ്ചുമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിലൊരു നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സെയിൽസിൻ്റെ കാര്യത്തിൽ. ബലേനോ പക്ഷേ ചില മാസങ്ങളിൽ സെയിൽ 15,000 താഴത്തേക്ക് പോകും. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ചിലേക്ക്, അതായത് ഒരു വർഷത്തെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമൊന്നും ആവാൻ മാത്രമുള്ള ഒരു സെയിൽ ഇതിന് കിട്ടാതെ പോയത്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഡിസയറിൻ്റെ കേസിൽ പറഞ്ഞല്ലോ, ചില മാസങ്ങളിൽ ഡിസയറിന് സെയിൽ കുറവായിരിക്കും, സ്വിഫ്റ്റിന് കൂടുതലായിരിക്കും എന്നുള്ളത്. അതിൽ കൂടുതലും സമയങ്ങളിൽ സ്വിഫ്റ്റിൻ്റെ സെയിൽ കൂടുതലും ഡിസയറിന് സെയിൽ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,79,641 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ സ്വിഫ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. സ്വിഫ്റ്റിനും ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് കിട്ടിയതായിരുന്നു. 3 സിലിണ്ടർ ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തുവെങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ സെയിൽസ് ഈ ഒരു വാഹനത്തിന് ഇപ്പോഴും കിട്ടുന്നുണ്ട്. മിക്ക മാസങ്ങളും 15,000 to 18,000 ഇടയിലാണ് സെയിൽസ് കിട്ടാറുള്ളത്. ചില മാസങ്ങളിലേക്ക് ഡിസയറിന് സെയിൽ കൂടുന്ന സമയത്ത് 12,000 ആ ഒരു റേഞ്ചിലോട്ട് ഇതിൻ്റെ സെയിൽ താഴ്ന്നു പോകാറുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ സെയിൽ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്ത് പുതിയതാക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ സെയിൽ കൂടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
ഉള്ളൂ. പിന്നെ മൈലേജും കൂട്ടി. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ തന്നെയാണ്. ഇഷ്ടംപോലെ സുസുക്കിയുടെ വാഹനങ്ങളുണ്ട്, അത് പിന്നെ സ്വാഭാവികമാണല്ലോ. എന്തായാലും 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റൊക്കെ വന്ന് 2022 ഫേസ് ലിഫ്റ്റ് എന്നല്ല, ശരിക്കും ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം. പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി ഡിസൈനും ഇൻറ്റീരിയറും ഫീച്ചേഴ്സും ഒരുപാട് വ്യത്യാസം വന്നായിരുന്നു. ആ ഒരു വ്യത്യാസം അത്രയും പ്രോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും അവർ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിന് ശേഷം വരുത്താഞ്ഞിട്ടും സെയിൽസ് നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,89,163 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. 12,000 to 16,000 ബ്രസയുടെയും ഏകദേശം ആവറേജ് സെയിൽ ഉള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വിഫ്റ്റ് ബ്രസേനേക്കാൾ കുറച്ചും കൂടെ വില കുറഞ്ഞ വാഹനമാണ്. എന്നിട്ട് പോലും ഫൈനാൻഷ്യൽ ഇയറിന് സെയിൽസിൻ്റെ കാര്യത്തിൽ ബ്രസയാണ് സ്വിഫ്റ്റിനേക്കാൾ കൂടുതൽ സെയിൽസ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അടുത്ത വാഹനം MPV ആയിട്ടുള്ള എർട്ടിഗയാണ്. സോ നമ്മളിപ്പം സ്വിഫ്റ്റിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ ബ്രസയുടെ കേസും പറഞ്ഞു. അതിനേക്കാളൊക്കെ വില കൂടുതലാണ്. ആൻഡ് കൈൻഡ് ഓഫ് ഒരു ടാക്സി ഇമേജ് ഉള്ള വാഹനമാണ് എർട്ടിഗ എന്ന് പറയും. കൂടുതൽ ആൾക്കാരും ആ ഒരു പർപ്പസിന് വേണ്ടി ഈ വണ്ടി വാങ്ങാറുണ്ട്. പക്ഷെ എന്തായാലും ഓവറോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് വാഹനങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്താണ്, ഓർ ഈവൻ ഫ്രോങ്സ് ബലേനോ തുടങ്ങിയ വാഹനങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്താണ് എർട്ടിഗ മുന്നിൽ കയറിയിരിക്കുന്നത്. ശരിക്കും 2024 എർട്ടിഗയുടെ സെയിൽസ് അത്യാവശ്യം പീക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഈവൻ ഒരു മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം എർട്ടിഗ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ആ ഒരു കണക്കൂട്ടലിൽ നോക്കിയാവുന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് എർട്ടിഗ 4th പൊസിഷനിൽ നിൽക്കുന്നത് എന്നുള്ളത്. 1,90,974 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ടോട്ടൽ വന്നിരിക്കുന്നത്. വളരെ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള സെയിൽസ് തന്നെയാണ്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റ. ഇതിന് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,94,871 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സെയിൽസ് ഇലക്ട്രിക്കിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ അത് വന്നിട്ട് അധികം കാലമായിട്ടില്ല, ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് ഒരുപാട് സെയിലൊന്നും ഉണ്ടാക്കാൻ ആ വാഹനത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. കൂടുതൽ സെയിലും IC അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ വണ്ടി പിന്നെ കുറേ കാലമായിട്ട് ഏകദേശം ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വലിയൊരു ഡ്രോപ്പ് ഒന്നും വരാറില്ല. പിന്നെ അവരിത് സമയമാവുന്നതിന് മുന്നേ അപ്ഡേറ്റും ചെയ്യാറുണ്ട്. നമുക്ക് 2020 പുതിയ ജനറേഷൻ വന്നു, 2nd ജനറേഷൻ. അതിനുശേഷം പിന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റും വന്നായിരുന്നു. അത് ആരും ചോദിച്ചൊന്നുമില്ല, പക്ഷെ എന്നാലും അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് അവർ ഇറക്കി. അതുകൊണ്ട് പിന്നെയും സെയിൽ ഇപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിന്ന് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ഡ്രോപ്പൊന്നും സെയിൽസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അടുത്തായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് ടാറ്റ പഞ്ച്. അത് നിങ്ങൾ ചിലപ്പം ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ആണെന്ന്. പക്ഷേ ഫസ്റ്റ് അല്ല, കഴിഞ്ഞ വർഷം 2nd ആണ്. ഫൈനാൻഷ്യൽ ഇയറിൻ്റെ കേസിൽ ഈ വാഹനം വന്നിരിക്കുന്നത്. 1,96,572 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ നിന്ന് ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ പഞ്ചിന് ഡിമാൻഡ് ആയതുകൊണ്ട് അവർക്ക് നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പഞ്ച് 2nd പൊസിഷനിൽ നിൽക്കുന്നത്. നെക്സോൺ ഈ ലിസ്റ്റിലേ ഇല്ലാത്തതും അതാണ് പഞ്ചിൻ്റെ കേസ്. പിന്നെ പഞ്ചിന് ഇലക്ട്രിക് ഉണ്ട്, CNG ഉണ്ട്, പെട്രോൾ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ വേർഷൻസും വരുന്നുണ്ട്. അതും ഒരു റീസൺ ആണ്. ഇനി നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നിങ്ങളിപ്പോൾ ഏകദേശം ഗസ് ചെയ്ത് കാണുമായിരിക്കും. തീർച്ചയായും വാഗണാർ തന്നെയാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു, പഞ്ചും വാഗണാറും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ആണെന്നുള്ളത്. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1,98,451 വാഹനങ്ങളുടെ സെയിലാണ് വാഗണാറിന് ലഭിച്ചിരിക്കുന്നത്. പഞ്ചും വാഗണാറും തമ്മിൽ ഏകദേശം 2,000 വണ്ടികളുടെ വ്യത്യാസമേ ഉള്ളൂ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ കേസിലാണെങ്കിൽ പോലും. മറ്റേ 2024 മൊത്തത്തിലുള്ള സെയിൽസ് കണക്കെടുക്കുകയാണെങ്കിലും ഏകദേശം അത്രയൊക്കെ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. വ്യത്യാസം ചെറുതാണെങ്കിലും നമ്പർ 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എപ്പോഴും നമ്പർ 2ലും കൂടുതലാണല്ലോ. അത് തന്നെയാണ് വാഗണാറിൻ്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.